നമസ്കാരം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ വാങ്ങണം എന്ന് ഒരു കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആവുകയാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. 5 കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് എന്ന് അറിയുക. ഇപ്പോൾ ഞാൻ വാങ്ങാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം ആ പ്രൊഡക്റ്റ് വാങ്ങുക. രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഈ പ്രൊഡക്റ്റ് എനിക്ക് എങ്ങനെ ഉപകാരപ്രദമാകും എന്ന് രണ്ടാമത് നോക്കുക. കാരണം പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ഗുണങ്ങളും എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും നമുക്ക് ഉപകാരമാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് മാത്രം ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുക. മൂന്നാമതായിട്ട്, ഈ പ്രൊഡക്റ്റ് എൻ്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങുക. നാലാമതായിട്ട്, ആ പ്രൊഡക്റ്റിന് എന്ത് വില നൽകുന്നുണ്ട് എന്ന് നോക്കുക. അഞ്ചാമതായിട്ട്, ഈ പ്രൊഡക്റ്റ് എനിക്ക് കൂടിയേ തീരൂ, ഈ പ്രൊഡക്റ്റ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ഒരു പ്രൊഡക്റ്റ് വാങ്ങാവൂ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഞാനിന്നത് കണക്ട് ചെയ്യുകയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു പ്ലാനാണ് ജീവൻ ഉത്സവ് പ്ലാൻ. ഈ ജീവൻ ഉത്സവ് പ്ലാനിനെ കുറിച്ച് ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഉത്തരം, എന്താണ് പ്രൊഡക്റ്റ്? അത് ജീവൻ ഉത്സവ് എന്ന പ്ലാനാണ്. രണ്ടാമതായിട്ട്, ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഗുണം ചെയ്യും? ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം നമുക്ക് 5 കൊല്ലം മുതൽ 16 കൊല്ലം വരെ ഉള്ള പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇൻകം നമുക്ക് വേണമെങ്കിൽ മാത്രം ഈ പ്രൊഡക്റ്റ് വാങ്ങുക. അല്ലാതെ ഈ പ്രൊഡക്റ്റ് വാങ്ങരുത്. കാരണം ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ മാത്രം ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ജീവൻ ഉത്സവ് പ്ലാൻ. ആ ജീവൻ ഉത്സവ് പ്ലാനിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പിന്നീട് നോക്കാം. മൂന്നാമത്, ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് വേണ്ട ഒരു കാര്യം, ഇത് ഞാൻ പറഞ്ഞ ഈ കാര്യം എങ്ങനെ ഒരു കസ്റ്റമർ വിശ്വസിക്കും? അതായത് ലൈഫ് ലോങ് ഇൻകം ഞാൻ നൽകും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കണം? ഈ പ്രൊഡക്റ്റിൻ്റെ ബ്രോഷറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പോളിസി ഡോക്യുമെൻറ്റിൻ്റെ ഒരു കോപ്പിയോ എടുത്ത് നോക്കിയാൽ അതിനകത്ത് ലൈഫ് ലോങ് സം അഷ്യൂർഡ് 10% ഗ്യാരണ്ടീഡായിട്ട് നൽകും എന്നത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റിനെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഈ പ്രൊഡക്റ്റിന് എന്ത് കോസ്റ്റ് നൽകേണ്ടി വരും? അടുത്ത ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ പ്രൊഡക്റ്റിന് വരുന്ന കോസ്റ്റ്, നമ്മൾ ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം. നമ്മളൊരു 11 വർഷത്തെ പേയ്മെൻ്റ് അടയ്ക്കുന്ന ഒരു പോളിസി, ഒരു പ്ലാനാണ് എടുക്കുന്നതെങ്കിൽ 11 കൊല്ലത്തേക്ക് നമ്മൾ 1 ലക്ഷം രൂപ ഇൻകം നമുക്ക് ഇയർലി വേണമെങ്കിൽ 10 ലക്ഷം രൂപയുടെ പ്ലാൻ എടുക്കുക. 11 വർഷം 1 ലക്ഷം രൂപ വെച്ച് 11 ലക്ഷം രൂപ അടയ്ക്കുക. 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ വർഷം മുതൽ നമുക്ക് 1 ലക്ഷം വെച്ച് എല്ലാ വർഷവും ഗ്യാരണ്ടീഡായിട്ട് നൽകുന്നു എന്നതാണ് ഈ പ്രൊഡക്റ്റിന് ഗുണവും പറഞ്ഞു, ഈ പ്രൊഡക്റ്റിന് ചിലവാകുന്ന തുകയും പറഞ്ഞു. കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ പ്രൊഡക്റ്റ് വാങ്ങുക. ഇത് കൂടിയേ തീരൂ എന്ന ഒരു ചിന്ത ഈ പ്രൊഡക്റ്റിനുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേർ ഒരു പെൻഷനുമില്ലാതെ മക്കളുടെ മുമ്പിൽ കൈനീട്ടുകയോ അല്ലെങ്കിൽ ബന്ധുക്കളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാം. നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നതിനും മറ്റും ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഫണ്ട് ഉണ്ടാകുന്നത്
ഒഴിവാക്കാൻ പറ്റുകയില്ല. ജീവിതാവസാനം വരെ ഇൻകം കിട്ടുന്നു. കുറച്ച് കാലത്തേക്കല്ല, നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നുവോ, 100 വയസ്സ് ആകുന്നവരെ ജീവിച്ചിരുന്നാൽ പോലും ആ കാലഘട്ടം വരെ നമുക്ക് ഇൻകം കിട്ടുന്നു. കൂടാതെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ഡെത്ത് സംഭവിച്ചാൽ, അതായത് 10 lakh പ്ലസ് ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉൾപ്പെടെ നമുക്ക് ഫാമിലിക്ക് കൊടുക്കാനും പറ്റുന്നു. അതുകൊണ്ട് ഫൈനാൻഷ്യൽ ലോസ് ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ജീവനോത്സവവും നമ്മുടെ ആവശ്യവും ആയിട്ട് ഞാൻ കണക്ട് ചെയ്താണ് ഇപ്പോൾ സംസാരിച്ചത്. ഇത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ വിളിക്കാം. ഈ പോളിസിയെക്കുറിച്ചോ ഈ പ്ലാനിനെക്കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ 9447329484.